ഓമളെ, എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാരിക്ക് അറക്കമേലും ഉറങ്ങിയില്ലേ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 കുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പിട്ടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ചേട്ടാ ഇങ്ങനെ ചേട്ടാ ചേട്ടോ ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ചായ അബുക്ക, അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താലും വല്ലതും ഉണ്ടാ? എന്തേ? ലീവാക്കല്ല. വേലുസ്വാമി സമാധിയായോ? അയ്യോ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ, പോയി. എത്ര സ്വർണ്ണ എന്റെ ഈശ്വര! ഇതുപോലെയൊക്കെ നിട്ട് നടക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടാവാ. എവിടെ ഒക്കെ പോയില്ലോ. മുത്തശ്ശൻ കണ്ടാന്ന് ചീത്ത ഉറപ്പായിട്ട് കിട്ടും. കടയും തുറന്നത് എവിടെ പോയി? ഇവിടെ കൊടുക്കുന്ന പേപ്പറിന്റെ പൈസ 1 മാസം കഴിഞ്ഞല്ല കൈ കിട്ടാറ്. അതിന് കുഞ്ഞുണ്ണിയാരെ പോലെ പലിശ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 10-15 റുപ്യെങ്കിലും കൈ കിട്ടണ്ടാണ്. അതിനിപ്പോ 4 പഴം തിന്ന എന്താ കുഴപ്പം? കക്ക് തന്നെ 4 എണ്ണം. കള്ളന്മാരുടെ ശല്യം രാത്രിയിലും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പകലും തുടങ്ങിയോ? ഈശ്വരാ, എന്ത് പണിയായി കാണിച്ചത്? മോനെ ചന്ദ്രശ, ചന്ദ്രശ, രമേശ, രമേശ, നീ കണ്ണു തുറക്ക. നീ കണ്ണു തുറക്കും മോനെ. ഇനി എന്താ ചെയ്യാ മുത്തശ്ശ? രമേശ, 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 മോനെ എഴുന്നേക്ക്.
എന്താ നിനക്ക് പറ്റിയത്? എന്താന്ന് അറിയില്ല, ആ, പെട്ടെന്ന് തലയ്ക്കകത്തൊരു ഒരു മിന്നല് പോലെ. ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ചെറുതായ ഒരു വേദന. ആ, ഗോവിന്ദേട്ടൻ എന്തിനാ ചിരിക്കണേ? ഇപ്പൊ ചിരിയാ വരട്ടെ. ഇവിടെ ഒരാൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയതാ രമേശ. ചുവന്ന തലക്കെട്ടും കെട്ടി പുറംതിരിഞ്ഞ് പഴയ കണ്ടപ്പോ ഞാനും ആദ്യം വിചാരിച്ചു കള്ളനാണെന്ന്. അടിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. അയ്യോ, അപ്പൊ അടിച്ചതാ ആ രമണിയേട്ടത്തിയാ? അമ്മനെ അടുത്തൊന്നും അല്ല, ഇത് വേറൊരാളാ. പിന്നെ ആര്? നീ ആളെ കണ്ട ദേഷ്യപ്പെടുകയും വഴക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ ഞാൻ. കണ്ടാൽ അങ്ങനെ ഒരു പൂതിയൊക്കെ തോന്നും. ഇങ്ങോട്ട് വന്നേ കുട്ടിയെ, പേടിക്കൊന്നും വേണ്ട, അവൻ നിന്നൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് വരൂ കുട്ടി. എന്റെ മോളുടെ കുട്ടിയാ, അവൾ ഇന്നലെ വന്നതാ. അതേ, പരിചയമില്ലാത്തോണ്ട് അവക്കൊരു അബദ്ധം പറ്റിയതാ, നീ അത് കാര്യാക്കണ്ട. നീ പേപ്പർ കൊണ്ട് വന്നാവൂല്ലേ? അതെ, കടയിലുണ്ട്. അന്ന് ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, നല്ല കുട്ടിയാണ്. വേറെ വല്ല ചെക്കന്മാരും ആയിരുന്നെങ്കിൽ കണ്ടകശനിയായിട്ട് ഇപ്പൊ ദേഹത്തുനിന്ന് പോവോ? വേഗം നടക്കും മോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടൻകൊള്ളന്റെ ആള് പോന്നു. നിർത്തടാ. കോമളായിട്ട് എന്താ നമ്മള് നടത്തിച്ചുകൊണ്ടുവരണേ? സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? ആ, വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ, വീഴുവോ? ഏയ് ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിക വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയെ ഫ്രണ്ടുക്കളാ. അതെ. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയച്ഛനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ചാണ്. അങ്ങനെ വരട്ടെ, അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷസ് സിഗരറ്റ് വലിക്കും രാഘവേട്ടാ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ, മന്ത്രവാദി കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ? അത് നിങ്ങൾ എന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ഛനല്ലേ? നീ കേറ്. ഏറെയാണ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസം ഇഷ്ടം. ഞാനതല്ല പറഞ്ഞു, നമ്മുടെ കാര്യം മനസ്സിലായില്ല. നീ എന്താടി പറയുന്നത്? കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? ഒന്ന് പോണ്ടോ? ഇവരുടെ ഈ ഒളിച്ചോളിയും വർത്താനം എത്ര ദിവസം വെച്ച് ഇങ്ങനെ പോവാ? ഓ, ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യാത്തെ. ഇത്ര പേടിയുള്ള രീതി നിൽക്കണോ? ദേ, ആ പൊട്ടഞ്ചക്കം വരുന്നുണ്ട്. ആര്? അവളുടെ ഏട്ടനാ. വാ, നമുക്ക് പോവാം. അതല്ലേ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ ഈ കേക്കണില്ല? കുള്ളൻ ആരോടെ ഇത്ര ഉറക്കേ? പുതിയ മുതലാളി വിളിക്കാവും. ഓ, ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം ഹലോ ഹലോ, നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ, ചെടിക്ക് നോവും. നന്നായിട്ട് തിരക്കടി. അവിടെ അതെ, പൊട്ടംകുള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാണാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളുടെ മുതലാളി ചെവിവട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞേ? അല്ല, എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളിയാക്കാണോ? അല്ല രാഘവേട്ട, നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്ത്രാണ്ടം കൊണ്ടുവരാൻ പറയാറുന്നില്ലേ? അതെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുമ്പോ കൊണ്ടുവരേണ്ടതാ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. അതെ അതെ അതെ, നല്ല തിളച്ചു മറിയുന്ന മുതലാളി ഇല്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി. അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമിങ്കലോണ്. ഇയാളുടെ ചുക്രം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കടാ പണിയെടുക്കടാ. പണിയെടുക്കാണ്ട് നാട്ടുവിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലിയരത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. പൊട്ടൻ. അയ്യോ, അവന്റെ ഒരു സംശയം. പണിയെടുക്ക് പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയാണ്. കാശ് അയാളുടെ അല്ലേ? കേബിട് പൊട്ടൻ. നീ വേഗം പണി തീർക്ക്, ടൈലറിംഗ് സ്കൂൾ വിടാൻ സമയമായി.
പേപ്പർ. അയ്യോ ഇതെന്താ ഇത്? ഇന്നത്തെ പേപ്പർ. അതല്ല ഈ കെട്ട്. അത് പിന്നെ ഇന്നലെ രാത്രി വീണ്ടും വേദന കൂടി. അപ്പൊ തന്നെ വീട്ടുകാരെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടിയതാ. ശ്ശോ. അടിയുടെ ശക്തിയില് തലയിൽ ചോര കട്ട പിടിച്ചാത്ര. ഏയ് കുട്ടി വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് കുട്ടിയോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ വീട്ടിൽ പറഞ്ഞതേ സൈക്കിളിൽ നിന്ന് വീണുന്നാ. സാരല്ല, എന്തപ്പ ചെയ്യാ, ഒരു സമയദോഷം എന്നല്ലാണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഒരു പഴം അല്ല 2 പഴം എടുത്തോട്ടെ ഞാൻ. എടുത്തോളൂ, മുഴുവൻ എടുത്തോളൂ. ഞാൻ മുത്തശ്ശനോട് പറയില്ല. പിന്നെന്താ വേണ്ടേ? ബിസ്ക്കറ്റ് വേണോ? ബ്രെഡ് വേണോ? അല്ല, കുട്ടി ഈ കട പൂട്ടിക്കാൻ വേണ്ടി വന്നാണോ? അതെന്താ? അല്ല, എന്ത് വേണമെങ്കിലും എടുത്തോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. കുട്ടി ഒരെണ്ണം കഴിക്കണം. എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കൂ. ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ തന്നാ കഴിക്കണം എന്നാണ്. മോളെ അയ്യോ, മുത്തശ്ശൻ വരണ്ട്. ആ ഇതാര് രമേശനോ? ഉം. അവൻ വലിയ തലക്കെട്ട് കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കിട്ടിയതൊക്കെ നീ മറന്നോ? ഉം. ഇനിയും തലക്കെട്ട് കെട്ടി നടന്ന ആരെങ്കിലും അടി മേടിച്ചു നോക്കട്ടെ.